തത്തുമയുടെ തത്സമയ ചർച്ചയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. യുവരാജ് കോവിൽ ആണ് നമ്മോടൊപ്പം ചേരുന്നത്. എന്തായാലും ഈ കേരളത്തിൻ്റെ ഒരു ട്രെൻഡ് അത് മനസ്സിലാക്കാൻ സമയമായിട്ടുണ്ടോ? ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഞാൻ രാവിലെ തൊട്ട് നമുക്ക് പോളിംഗ് വളരെ നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ തവണത്തതിൻ്റെ മുകളിലേക്ക് തന്നെ പോകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പോളിംഗ്. ഇതുവരെയുള്ളൊരു ട്രെൻഡ് അനുസരിച്ചിട്ട് പോകണം. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത്രയധികം ചൂട് സമയമായിരുന്നു. അപ്പോൾ രാവിലെ നല്ല രീതിയിൽ പോളിംഗ് വന്ന് ഇടയ്ക്കൊന്ന് മന്ദഗതിയിലായി. ഇപ്പോൾ വീണ്ടും പോളിംഗ് കൂടുന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും BJP സംബന്ധിച്ചിടത്തോളം പോളിംഗ് കൂടുന്നത് ഒരു നല്ല ഒരു ട്രെൻഡാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം കൂടുതൽ ആൾക്കാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്ന BJPക്ക് എപ്പോഴും ഗുണം ചെയ്യുന്ന റിസൾട്ടായിരിക്കും കൊണ്ടുവരിക. ഇപ്പോൾ നമ്മൾ 2016 നിയമത്ത് വിജയിക്കുന്ന സാഹചര്യമായിരുന്നാലും പോളിംഗ് കൂടുമ്പോഴാണ് നമുക്ക് ഗുണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് BJPക്ക് ഒരു അനുഗ്രഹപരമായ ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. ഈ പോളിംഗ് ദിവസം പോലും പല വിവാദമായ പല സംഭവങ്ങളും ഉണ്ടാകുന്നുണ്ട്. പ്രമുഖരായിട്ടുള്ള നേതാക്കളിൽ നിന്നും വിവാദമായിട്ടുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നു. ഇതൊക്കെ എങ്ങനെയായിരിക്കും പോളിംഗിനെ ബാധിക്കുക എന്നാണ് കരുതുന്നത്? അല്ല, അത് കുറച്ച് നാളായിട്ട് ഈ ഇടത് വലത് മുന്നണികൾ തമ്മിൽ ഈ ന്യൂനപക്ഷ വോട്ടിന് വേണ്ടിയിട്ട്, എസ്പെഷ്യലി മുസ്ലിം വോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു കടിപിടി നടക്കുന്നുണ്ട്. അപ്പോൾ എപ്പോഴും BJPയെ ചാരിയിട്ടാണ് അത്തരം വിവാദങ്ങൾ അവരുണ്ടാക്കുന്നത്. അതായത് കോൺഗ്രസ്സിന് വോട്ട് ചെയ്താൽ കോൺഗ്രസ് നാളെ BJPയിലേക്ക് പോകുന്നു, അല്ല കോൺഗ്രസ്സുകാർ നേരെ തിരിച്ചിട്ട് അവർക്ക് വോട്ട് ചെയ്തിട്ട് പ്രയോജനമില്ല എന്നുള്ള തലത്തിലൊക്കെ ഉള്ള പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ വിവാദങ്ങളെയും കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ VP ജയരാജൻ BJPയുമായി ചർച്ച നടത്തി എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ വരുന്നത് അവരവരുടേതായ പൊളിറ്റിക്കൽ അത്തരത്തിലുള്ള ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. മാത്രമല്ല, കുറച്ച് നേരത്തെ ഞാനിപ്പോൾ കണ്ടത് നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തകനുണ്ട്, ആനന്ദ് കൊച്ചുകൂടി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം കുറച്ചെടുത്ത് ട്വീറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അതായത് വടകര ഭാഗങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള പ്രചരണം നടക്കുകയാണ്. അതായത് എന്താണ്, ഹിന്ദുക്കളെല്ലാവരും ശൈലജ ടീച്ചർ നോട്ട് ചെയ്യണം എന്നുള്ള തലത്തിൽ, അതായത് ഒരു മുസ്ലിം നോട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള തലത്തിൽ CPMന്റെ ഭാഗത്ത് നിന്ന് പ്രചരണം നടക്കുന്നു എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. അദ്ദേഹം ഒരു സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷകനായിട്ട് ചർച്ചകളിൽ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ തലത്തിലേക്ക് ഈ പറയുന്ന ഇലക്ഷനെ കൊണ്ടുപോകുന്നതിനകത്ത് CPMും കോൺഗ്രസും രണ്ടുപേരും ആ ഒരു തലത്തിൽ ഒരു ഏത് രീതിയിലാണെങ്കിലും, എത്ര താഴ്ന്നിട്ടാണെങ്കിലും, അല്ലെങ്കിൽ എത്ര ഒരു ഈ 19ാമത്തെ ഇടമെന്നോ ഒക്കെ പറയാവുന്ന രീതിയിലേക്കൊക്കെ അല്ല, അത് എന്ന് വെച്ചാൽ രണ്ടുപേരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഒന്ന്, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 40 തൊടാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് അവർക്ക് എത്രത്തോളം കിട്ടുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് ഇരിക്കുന്നത്. 55 പേരുണ്ടെങ്കിൽ മാത്രമേ അവർക്കൊരു പ്രതിപക്ഷ നേതാവിനെ കിട്ടുകയുള്ളൂ. കഴിഞ്ഞ 2 തവണ അവർക്ക് പ്രതിപക്ഷ നേതാവിനെ കിട്ടുന്ന സാഹചര്യം ഉണ്ടായില്ല പാർലമെന്റിനകത്ത്. ഇത്തവണയും അവർക്ക് 55 തൊടാൻ പറ്റുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല. കാരണം ഇന്ത്യയിലെ മൊത്തത്തിലുള്ള സാഹചര്യങ്ങളും അവർ മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ അവരാകെ എനിക്ക് തോന്നുന്നു 200 എത്രയോ സ്ഥലങ്ങളിൽ മാത്രമാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ അവർക്ക് ഇപ്പോൾ പറയുന്ന പല സംസ്ഥാനങ്ങളിലും അവരുടെ അവസ്ഥ വളരെ മോശമാണ്. അവർക്കിപ്പം മധ്യപ്രദേശിലായിരുന്നാലും രാജസ്ഥാൻ, ഗുജറാത്ത് ഇവിടെയൊക്കെയാണ് അവർ പ്രധാനമായിട്ട് ഈ 200 സംതിങ് സീറ്റുകളിൽ തന്നെ മത്സരിക്കുന്നത്. ഈ 3 സ്റ്റേറ്റ് എണ്ണി കഴിയുമ്പോൾ തന്നെ 60-70 സീറ്റുകളാവുന്നുണ്ട്. ഇതിൽ നിന്ന് എത്രയാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്? വെറും 1, 2, 3 ഒക്കെ കിട്ടിയാലായി എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഏതാണ്ട് ഛത്തീസ്ഗഡിലെ അവസ്ഥ. അപ്പോൾ കേരളത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും മേജർ ഷെയർ ആയിട്ട് മാറാൻ പോകുന്നത്. മാത്രം പഞ്ചാബിലായിരുന്നു അവർ കഴിഞ്ഞ തവണ കുറച്ച് കിട്ടിയത്. പഞ്ചാബ് ഇത്തവണ ആശാവഹമായ സിറ്റുവേഷൻ അല്ല അവരെ സംബന്ധിച്ചിടത്തോളം. ആം ആദ്മി പാർട്ടി പണ്ട് കോൺഗ്രസ് ആയിരുന്നു അവിടെ ഭരണപക്ഷത്തെങ്കിൽ ഇപ്പോൾ അങ്ങനെ അല്ല, ആം ആദ്മി പാർട്ടി അവിടെ കയറിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നിന്ന് കിട്ടുന്നവർക്ക് നിർണായകമാണ്. മറുവശത്ത് CPMനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളത്തിൽ നിന്ന് പോലും 2 തൊടാൻ പറ്റുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ MV ഗോവിന്ദ മാസ്റ്റർ തന്നെ പറഞ്ഞത്, കഴിഞ്ഞ തവണ 2 കിട്ടിയാൽ പോലും രാഷ്ട്രീയമായി വിജയമാണ് എന്ന് പറയാൻ പറ്റുന്ന തലത്തിലേക്ക് അവർ അധംപതിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു രാഷ്ട്രീയ അധംപതനമാണ്. അപ്പോൾ എന്താണ്, അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. ചിഹ്നം പോകുന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് എല്ലാവർക്കും 100% ഉറപ്പാണ്. കാരണം 3 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് 11 MPമാരെ കിട്ടണം. ഒരു തരത്തിലും അവർക്ക് 11 MPമാരെ 3 സംസ്ഥാനങ്ങളിൽ നിന്നായിട്ട് കിട്ടാൻ പോകുന്നില്ല. കാരണം 2 സംസ്ഥാനങ്ങൾക്ക് പുറത്ത് അവർക്ക് MPമാരേ ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് കേരളത്തിൽ നിന്ന് MP ഉണ്ടാവും, തമിഴ്നാട്ടിൽ നിന്ന് DMKയുടെ കാരുണ്യം കൊണ്ട് ഒരു MPയോ 2 MPയോ കിട്ടിയാൽ കിട്ടി എന്ന് മാത്രം. അതും കഴിഞ്ഞ തവണ അവർ കംഫർട്ടബിളി കിട്ടും എന്ന് ഉറപ്പായിരുന്നു തമിഴ്നാട്ടിൽ. ഇത്തവണ അങ്ങനെയല്ല, തമിഴ്നാട്ടിൽ നല്ല ഫൈറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് കിട്ടിയാൽ കിട്ടിയെന്ന് മാത്രമേ തമിഴ്നാട്ടിലെ കേസിൽ നമുക്ക് പറയാൻ കഴിയുള്ളൂ. കോയമ്പത്തൂർ അവർ നിന്ന് തോക്കും എന്ന് അവർക്ക് ഉറപ്പായിരുന്നു, അതുകൊണ്ടാണ് മാറ്റിയത്.
അപ്പോൾ കേരളത്തിൽ അവർക്ക് കിട്ടാവുന്നതിന്റെ പരമാവധി കിട്ടിയേ പറ്റും. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണ് രണ്ട് മുന്നണികൾ തമ്മിൽ നടക്കുന്നത്. ഈ മറ്റ് കക്ഷികളിൽ നിന്നും ബി ജെ പിയിലേക്ക് നേതാക്കന്മാർ വരുന്നത് അതൊരു ആവേശം നൽകുന്ന കാര്യമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതിൽ ദലാൽ നന്ദകുമാറിനെ പോലുള്ള ആളുകളുടെ പേരുകൾ വരുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യും. അല്ല, ഇതിനകത്ത് ഇപ്പൊ ആരും ആഗ്രഹിച്ചുകൊണ്ട് പുറത്തു വന്ന പേരുകളല്ലല്ലോ അത്. മറ്റു തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും അപ്പൊ ഇത്തരം ആൾക്കാരുമായിട്ട് എന്ത് തരത്തിലുള്ള ബന്ധം എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവിക പേര് പുറത്തേക്ക് വന്നതാണ് ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റു പാർട്ടിയിലെ നേതാക്കൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് ബന്ധമുള്ള ആൾക്കാർ വഴിയല്ലേ നമുക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ല, അപ്പൊ നമുക്കിപ്പോ എന്താണ്, നമുക്കൊരു ഇറച്ചി മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് പച്ചക്കറി കടയിൽ പോയി ഇറച്ചി കിട്ടില്ല. നമുക്ക് ഇറച്ചി മേടിക്കണമെന്നുണ്ടെങ്കിൽ മീറ്റ് സ്റ്റോളിൽ പോയാൽ തന്നെ കിട്ടുള്ളൂ. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഭാഗത്ത് നമുക്ക് പോകേണ്ടി വരും. അല്ല, നമ്മൾ എന്താണോ പർച്ചേസ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ വാങ്ങേണ്ട സാധനം അവിടെ വിടും. അപ്പൊ നമ്മൾ ഈ പറയുന്ന ആൾക്കാരിലേക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന അവർക്ക് താല്പര്യമുള്ള ആൾക്കാരിലൂടെ മാത്രമേ നമുക്ക് അവരിലേക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കേണ്ടി വരുന്നതാണ്. ഈ ഇടതുപക്ഷത്തിന് വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇ പി ജയരാജനെ പോലുള്ളവരുടെ പേരുകൾ ഈ തെരഞ്ഞെടുപ്പിന്റെ 11-ാം മണിക്കൂറിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. ബി ജെ പിയുടെ ഒരു സ്ട്രാറ്റജി അതായിരുന്നില്ലല്ലോ, കോൺഗ്രസിനെ എങ്ങനെയും തറപറ്റിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത് ഇടതുപക്ഷത്തിന് ഇങ്ങനെ ഒരു തിരിച്ചടിയാകുമ്പോൾ അതെങ്ങനെയാണ് പാർട്ടിയുടെ സ്ട്രാറ്റജി അത് ബാധിക്കും? അല്ല, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിനെ തറപറ്റിക്കുക, കോൺഗ്രസിനെ തറപറ്റിക്കുക എന്നുള്ളതല്ല, ബി ജെ പിക്ക് വിജയിക്കുക എന്നുള്ളതാണ് ബി ജെ പിയുടെ സ്ട്രാറ്റജി. രണ്ടുപേരോടും ഒരേ തരത്തിലുള്ള നയം തന്നെയാണ് ബി ജെ പി സ്വീകരിച്ചത്. ഇത് മറ്റു തലത്തിലൊക്കെ പലരും പറഞ്ഞ് ഇതാക്കുന്നതാണ്. എന്താണ്, ബി ജെ പിക്ക് കോൺഗ്രസിനോട് സോഫ്റ്റ് കോർണറാണ്, സി പി എമ്മിനെയാണ് തകർക്കേണ്ടത്, അല്ലെങ്കിൽ സി പി എമ്മിനോട് സോഫ്റ്റ് കോർണറാണ്, കോൺഗ്രസിനെയാണ് തകർക്കേണ്ടത്. ഇത് മാറി മാറി രണ്ട് തരത്തിലും ഈ തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊന്നുമില്ല. ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ വിജയമാണ് പ്രധാനം, അല്ലാണ്ട് അവിടെ കോൺഗ്രസ് ആണോ സി പി എം ആണോ എന്നുള്ളതല്ല. പക്ഷെ 2 അക്കം കടക്കുമെന്ന് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. പക്ഷേ A+ മണ്ഡലങ്ങൾ പോലും നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തിരുവനന്തപുരം വലിയ രീതിയിലുള്ള വോട്ട് വർധനവ് വേണ്ടിവരും. അതിൽ ബി ജെ പിക്ക് എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്, എത്രത്തോളം പുതിയ ജനവിഭാഗങ്ങളിലേക്ക് ബി ജെ പി കടന്നു കയറിയിട്ടുണ്ട്? ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ 2 അക്ക പരാമർശം പ്രധാനമന്ത്രിയുടെ അത് എല്ലാവരും വളരെയധികം അത്ഭുതത്തോടു കൂടി കാണുന്ന, അല്ലെങ്കിൽ മറ്റ് പല ചാനലുകളും നമ്മളെ പരിഹസിക്കുന്ന തലത്തിലേക്ക് പറയുന്നതാണ്. നിങ്ങൾ 2 അക്കം ജയിക്കാൻ പറ്റും. നമുക്ക് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി 543 ലോക്സഭാ സീറ്റുകൾ ഉണ്ടെങ്കിൽ 543 ജയിക്കാനാണ് മത്സരിക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ 2 അക്ക സീറ്റുകളുണ്ട്, 20 സീറ്റുകളുണ്ട്. ഈ 20 സീറ്റുകളിൽ നമ്മൾ ജയിക്കാൻ തന്നെയാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോഴാകട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം ഫോണിലൂടെ സ്ഥാനാർത്ഥികളോട് സംസാരിക്കുമ്പോഴാകട്ടെ, അദ്ദേഹം തിരുവനന്തപുരത്തെയോ തൃശ്ശൂരത്തെയോ സ്ഥാനാർത്ഥിക്കൊപ്പം അല്ല, അദ്ദേഹം ആലത്തൂർ പോലെ ബി ജെ പിക്ക് സാധ്യത വളരെ കുറഞ്ഞ ഒരു സ്ഥലത്തെ സ്ഥാനാർത്ഥിയോട് ആണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ആലത്തൂർ വളരെയധികം മുമ്പിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. ആലത്തൂർ വലിയ രീതിയിൽ ആലത്തൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി വലിയ ചർച്ചയാകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നമുക്ക് പൊളിറ്റിക്കലി വലുതായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമാണ് നമ്മൾ ആലത്തൂരിന് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെയാണ് 20 സീറ്റുകൾക്ക് നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുത്ത് തന്നെയാണ് മത്സരിക്കുന്നത്. ജയിക്കാൻ തന്നെയാണ് മുഴുവൻ സീറ്റുകളിലും മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ കേരളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ രാഹുൽ ഗാന്ധി കേരളത്തിൽ വരുന്നു, അപ്പോൾ അല്ലെങ്കിൽ അവരുടെ പ്രമുഖനായിട്ടൊരു നേതാവ്, യുവ നേതാവ് എന്നൊക്കെ വിശേഷിപ്പിച്ചാണ് ഇവിടെ വരുന്നത്. ആ ഒരു പ്രഭാവത്തെ നേരിടാൻ തന്നെയാണോ ബി ജെ പി തന്നെ ആ സീറ്റ് നേരിട്ടെടുക്കുകയും സ്റ്റേറ്റ് പ്രസിഡന്റിനെ അവിടെ മത്സരിപ്പിക്കുകയും ചെയ്യുന്നത്? തീർച്ചയായിട്ടും. കഴിഞ്ഞ തവണത്തേതിലൂടെ ബി ജെ പി നൽകുന്ന ഒരു മെസ്സേജ് എന്താണ്? അല്ല, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി അങ്ങനെ ഇവിടെ വന്നൊരു തങ്ങളുടെ ഒരു കുത്തക സീറ്റാണെന്നോ, അല്ലെങ്കിൽ ഏറ്റവും കംഫർട്ടബിൾ ഇവിടെ നിന്ന് ജയിച്ചു പോകാമെന്നോ ഉള്ള ഒരു ധാരണ ക്രിയേറ്റ് ചെയ്യേണ്ടുന്ന സാഹചര്യം ഇല്ല. ഇപ്പോൾ ബി ജെ പി കഴിഞ്ഞ തവണ 70,000 വോട്ടാണ് പിടിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇത്തവണ നമ്മൾ അവിടെ ഒരു വിജയത്തിലേക്ക് തന്നെ പോകും. അതായത് കുറഞ്ഞ 2 ലക്ഷത്തിനുള്ള വോട്ട് നമുക്ക് അവിടെ മിനിമം ലെവലിൽ നമ്മൾ ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും അവിടെ വലിയ വെല്ലുവിളി നേരിടേണ്ടി വരും അത്തരം സാഹചര്യങ്ങളിൽ. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു ഫൈറ്റ് കൊടുക്കുക എന്നുള്ളത് രാഷ്ട്രീയമായിട്ട് പ്രധാനമായിരുന്നു. അപ്പോൾ അതിന് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് ആരാണ്? നിലവിൽ ഏറ്റവും ബെസ്റ്റ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻ തന്നെയാണ്. കാരണം മഞ്ചേശ്വരത്ത് പോലും 88 വോട്ടിന്, അതായത് ഏറ്റവും ചെറിയ മാർജിനിൽ തോറ്റുപോകുന്ന ഒരു സാഹചര്യം വന്ന ഒരാളാണ്. അതും പല സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലൊരു വളരെ ഫൈറ്ററായിട്ടുള്ള ഒരാൾ തന്നെ അവിടെ പോകുന്നു എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായി വളരെയധികം പ്രസക്തിയുണ്ട്. ഇപ്പോൾ നമുക്ക് ചില ട്വീറ്റുകൾ കാണുന്നു, അദ്ദേഹം രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് അമിത് മാളവിയുടെ ഒരു ട്വീറ്റാണ് കണ്ടത്. അവിടുത്തെ
യൂത്ത് കോൺഗ്രസിന്റെ ഒരു വക്താവോ പ്രസിഡന്റോ ആരാണ് അതിനെ പറ്റി പറയുന്നത്. ഇങ്ങനെ വയനാട്ടുകാരും കേരളീയരോടും ഈ കാര്യം സൈലന്റ് ആയിരിക്കുകയും മറ്റൊരു സീറ്റിനെ പറ്റി ആലോചിക്കുകയും ചെയ്യുന്നത് എത്രമാത്രം ഒരു നെറുകേടാണ്. അതെങ്ങനെയാണ് BJP കാണുന്നത്? വോട്ടർമാരോടുള്ള ഒരു നെറുകേടല്ലേ അത്? തീർച്ചയായിട്ടും അതെ. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പാർലമെന്റ് കാണണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു സേഫ് സീറ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലം ഉണ്ടാകണം. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം വയനാടാണ്. പക്ഷേ തിരിച്ചമേട്ടിയിലേക്ക് പോകേണ്ടുന്ന സാഹചര്യങ്ങൾ അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന് എന്താണ് വയനാട് ഒരു സേഫ് ആണോ സേഫ് അല്ലയോ എന്നുള്ളതല്ല, കംഫർട്ടബിൾ ആവണമെന്നില്ല അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ പിന്നെ ഈ കേരളത്തിൽ ഇലക്ഷൻ കഴിയുമ്പോൾ എന്താണ് ഞാൻ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ ഉള്ളൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണമല്ലോ. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ ഒരു തീർച്ചയായിട്ടും ഒരു എന്താ നമ്മൾ പറയുക, ഒരു ബ്രേവ് പൊളിറ്റിക്സ് എന്ന് പറയുമല്ലോ, ഒരു ധീരമായ പൊളിറ്റിക്സ്, അത് ഒരിക്കലും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് കാണുന്നില്ല എന്നുള്ളതാണ്. ഈ നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ ഒരു റിഫ്റ്റ്, അതായത് പ്രധാനമന്ത്രി പറയുന്നതിനെ എല്ലാം കമ്മ്യൂണലാക്കി വ്യാഖ്യാനിക്കുകയും അവർ നേരത്തെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളെല്ലാം മറന്നുകൊണ്ടാണത്. അങ്ങനെ ഒരു പൊളിറ്റിക്സിന്റെ കേരളത്തിൽ അതിനെന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമോ, വോട്ടിങ്ങിലും ഉൾപ്പെടെ? അല്ല, ഞാനത് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ഒരു വിഷയം പറഞ്ഞു, ആ വിഷയം ഇന്ത്യ മുഴുവൻ വലിയ രീതിയിൽ ചർച്ചയാകുകയാണ്. അത് ചർച്ചയാകട്ടെ, കുറച്ചുകൂടി കാര്യമായി തന്നെ ചർച്ചയാകട്ടെ എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പറഞ്ഞിരിക്കുന്ന വിഷയത്തിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന് പക്ഷെ കേരളത്തിൽ പോലും മിനിമൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഞാൻ കാണുന്നത്. ഞാൻ പറഞ്ഞ ഇമ്പാക്റ്റിന്റെ അല്ല, മിനിമൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. പക്ഷെ കേരളത്തിലാണ് അദ്ദേഹം പറഞ്ഞതിനെ ട്വിസ്റ്റ് ചെയ്യിച്ച് ഇത്രയധികം വലിയ രീതിയിൽ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ആ കേരളത്തിൽ പോലും മിനിമൽ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പാൻ ഇന്ത്യ ലെവലിൽ എന്താണ് അതിന്റെ സാഹചര്യം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി പ്രധാനമന്ത്രി പറഞ്ഞതിന്റെ മെറിറ്റിലേക്ക് എന്തുകൊണ്ട് അവിടെ ചർച്ച പോകാത്തത്? അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി ഇത്രയും കാലമായിട്ട് ഇവിടെ ആ വിഷയത്തിൽ അവതരിപ്പിച്ചതിനെ മുഴുവനും വളരെയധികം വൈറ്റ് വാഷ് ചെയ്ത് അല്ലെങ്കിൽ മറ്റൊരു തലത്തിലാണ് ഇവിടെ കൊടുത്തത്. ഇപ്പോൾ ഉദാഹരണം കാസ്റ്റ് സെൻസസ് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫൈനാൻഷ്യൽ സർവേ നടത്തിയിട്ട് മൈനോറിറ്റീസിനും ഈ പറയുന്ന പല കാസ്റ്റുകൾക്കും ഇത് വീതം വെക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നോക്കൂ, ഇവിടെ ഇൻകം ഇൻഇക്വാലിറ്റിയാണ് വിഷയമെന്നുണ്ടെങ്കിൽ നമ്മൾ ശതകോടീശ്വരിൽ നിന്ന് സ്വത്ത് പിടിച്ചെടുക്കും, എന്നിട്ട് ദരിദ്രരിലേക്ക് കൊടുക്കും, ഇത്രയും മാത്രം പറഞ്ഞാൽ മതി. ഇതിൻ്റെ അകത്ത് ജാതിയും മതവും കൊണ്ടുവരേണ്ടെന്ന വിഷയം വരുന്നില്ല. ജാതിയും മതവും കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും മറുപടി പറയുമ്പോൾ ആ മറുപടിയിലും ജാതിയും മതവും ഉണ്ടാവും. ഇതൊരു വിഷയമാണ്. പിന്നെ രാഹുൽ ഗാന്ധി തന്നെ ആ വിഷയത്തിൽ എന്താണ് അവർക്ക് ക്ലാരിറ്റി ഉള്ളത്? അതെ, അപ്പൊ ഞാൻ പറയുന്നത് 2014 വരെ ഇന്ത്യയിൽ ഒരു ഒറ്റ യൂണിക്കോൺ മാത്രമാണ് ഉണ്ടായിരുന്നത്. യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് ആ സ്റ്റാർട്ടപ്പിനെ വളർത്തി വലുതാക്കി $1 ബില്യൺ വാല്യൂ കൊണ്ടെത്തിക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത്. 2014 വരെ യൂണിക്കോൺ ഒരു യൂണിക്കോൺ മാത്രം ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 114 യൂണിക്കോണാണ്. അപ്പോൾ ഈ 114 യൂണിക്കോണിലാവണം എന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിലുണ്ടായിരുന്നവർ അത്രയേറെ പരിശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇവരുടെയൊക്കെ സ്വത്ത് പിടിച്ചെടുക്കും എന്നാണോ പറയുന്നത്? അപ്പോൾ ഇവരെന്ത് അടിസ്ഥാനത്തിലാണ് ഇനി വരുന്ന തലമുറ ഇവിടെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങേണ്ടത്? എന്ത് അടിസ്ഥാനത്തിലാണ് അവരിവിടെ ബിസിനസ് ചെയ്യേണ്ടത്? അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിനെ മുഴുവനും ജാതി മത വിഷയത്തിലേക്ക് കൊണ്ടുവന്ന് ചുരുക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന രീതിക്ക് തന്നെ അറ്റാക്ക് ചെയ്യേണ്ടി വരുള്ളൂ നമുക്ക്. അല്ലാണ്ട് നമുക്ക് എങ്ങനെയാണ്? പിന്നെ അവർ വീണ്ടും പറയുന്നത് എന്താണ്? ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിക്ക് ഏറ്റവും കൂടുതൽ ഭാഗം കൊടുക്കണം. ഇതെന്ത് തരം സാധനമാണ്? അതെ, അവ്യക്തതയാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും വലിയ കമ്മ്യൂണിറ്റിക്കാണ് ഏറ്റവും കൂടുതൽ ഷെയർ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ജാതികളെ ഇപ്പോൾ തിരിച്ചെടുത്ത് ഇപ്പോൾ കേരളത്തിൽ നമുക്കറിയാവുന്ന ജാതികൾ നായർ, ഈഴവ, ബ്രാഹ്മൺ അല്ലേ, അല്ലെങ്കിൽ പുലയ, വിശ്വകർമ്മ, ഇങ്ങനെയാണ് പല ജാതികൾ വരുന്നത്. ഇന്ത്യയിൽ മൊത്തത്തിലെടുക്കുമ്പോൾ ഈ നായർ കമ്മ്യൂണിറ്റി എത്ര ശതമാനം ഉണ്ടാവും? ഈഴവ കമ്മ്യൂണിറ്റി എത്ര ശതമാനം ഉണ്ടാവും? ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി, കേരളത്തിലെ ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി എത്ര ശതമാനം? അല്ലെങ്കിൽ പുലയ കമ്മ്യൂണിറ്റി എത്ര ശതമാനം? ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി ഒക്കെ നമുക്ക് പറയാം ഇന്ത്യയിൽ കുറേ ഉണ്ടാവും. പക്ഷെ തന്നെ മലയാളി ബ്രാഹ്മൺ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി സബ് കാസ്റ്റിലേക്ക് വരുമ്പോൾ വീണ്ടും കുറയുന്നുണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് ഇവർ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്? ഈ സ്വത്ത് ഒരു ക്ലാരിറ്റി അവർ പറയുന്നില്ല. പക്ഷേ ഏറ്റവും ക്ലാരിറ്റിയിൽ നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി മുസ്ലിം കമ്മ്യൂണിറ്റി ആയിരിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സബ്സെക്ഷനുകൾ ഇല്ല അതിനകത്ത്. ഇപ്പൊ 18%, 20% അവരുടെ പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ ഇന്ത്യയിലെ സ്വത്ത് പിടിച്ചെടുക്കുന്നതിനകത്ത് 18-20% കംപ്ലീറ്റ്ലി അവരിലേക്ക് മാത്രം പോകുന്ന സാഹചര്യമാണുള്ളത്. മാത്രമല്ല അവരുടെ സ്വത്ത് എങ്ങനെ പിടിച്ചെടുക്കുക?
യൂണിഫോം സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളില്ലാത്തൊരു നാട്ടിൽ എങ്ങനെയാണ് ഇവരിത് പിടിച്ചെടുക്കാൻ പോകുന്നത്? ഇൻഹെറിറ്റൻസ് ലോ അവർ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇൻഹെറിറ്റൻസ് ലോ എങ്ങനെയാണ്, ഇൻഹെറിറ്റൻസ് ടാക്സ് കൊണ്ടുവരികയാണെങ്കിൽ അതെങ്ങനെയാണ് അവരത് ചെയ്യാൻ പോകുന്നത്? അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊന്നും യാതൊരു ഇല്ല. ഇപ്പോൾ സാം പിട്രോഡ പറയുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഹെറിറ്റൻസ് ടാക്സ് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ കോൺഗ്രസ് അതിനെ ഔദ്യോഗികമായിട്ട് തള്ളിക്കളഞ്ഞാൽ പോലും ഇദ്ദേഹം ഇത് പറയാനുണ്ടായിരിക്കുന്ന കോണ്ടെക്സ്റ്റ് പ്രധാനമാണ്. കോണ്ടെക്സ്റ്റ് എന്താണ്? ഇതേ ചോദ്യം അദ്ദേഹത്തോട് ഉണ്ടാവുകയാണ്. അതായത് നിങ്ങൾ എങ്ങനെയാണ് ഈ സാധനം ചെയ്യാൻ പോകുന്നത്? റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്, പക്ഷെ എങ്ങനെയാണ് റീഡിസ്ട്രിബ്യൂഷൻ നടത്താൻ പോകുന്നത്? അപ്പോൾ അദ്ദേഹം തിരിച്ചു പറയുന്നതാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് പോലെയുള്ള സാധ്യതകൾ നമുക്ക് ആലോചിക്കാവുന്നത്. ആ മോഡലാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതെ. അപ്പോൾ അതിന്റെ അപകടം ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് ഈ രീതിയിലുള്ള ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഞങ്ങൾ അത് പറയുന്നില്ല എന്ന് പറയുന്നു. ഇതൊരു പഴയ സോഷ്യലിസ്റ്റ് വ്യവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയാണോ? അല്ല, ഇവര് എല്ലാ കാലഘട്ടത്തിലും അവർ ആ രീതിയിൽ തന്നെയാണ് പെരുമാറിയിരുന്നത്. നരസിംഹറാവു എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി വളരെ ബ്രേവ് ആയിട്ടൊരു നിലപാട് എടുത്തത് കൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ആ പറയുന്ന നെഹ്റുവിയൻ സോഷ്യലിസത്തിലേക്ക് പുറത്തു വന്നത്. ഇല്ലാന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നും നമ്മൾ ഈ പഴയ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ ഗ്രാമത്തിലൂടെ ഒരു അംബാസഡർ കാറ് പോകുമ്പോൾ കുട്ടികൾ ആർത്ത് വിളിച്ച് അതിൻ്റെ പുറകെ ഓടിക്കൊണ്ടിരുന്ന ഒരു കാലം വിദൂരമൊന്നും ആയിരുന്നില്ല നമ്മുടെ ചരിത്രത്തിൽ. നമ്മുടെ ഒരു എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ സാഹചര്യത്തിൽ തന്നെ നമ്മുടെ നാട് ഇപ്പോഴും നിലനിന്നിരുന്നേനെ. അപ്പം അവർ ആഗ്രഹിക്കുന്നത് അത്തരം സാഹചര്യങ്ങളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഇത്തരത്തിലുള്ള അപക്വമായിട്ടുള്ള നയങ്ങൾ. പക്ഷെ പ്രധാനമന്ത്രി അതിൻ്റെ അപകടം ചൂണ്ടിക്കാട്ടിയെങ്കിലും പിന്നീട് BJP അതിനൊന്നും ക്യാരി ചെയ്യുന്നില്ല അതിൻ്റെ അപകടം. പ്രത്യേകിച്ചും ഈ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങൾ 91 നമ്മുടെ രാജ്യത്തെ ഏത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടുചെന്ന് എത്തിച്ചതെന്ന് നമുക്കറിയാം. അതിൻ്റെ അപകടത്തിലേക്കൊന്നും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല ഈ തിരഞ്ഞെടുപ്പ് കാലത്ത്. വരും ദിവസങ്ങളിൽ ഉണ്ടാകും. അല്ല, തീർച്ചയായിട്ടും. കാരണം ഒരു വിഷയത്തിനകത്ത് ചർച്ച നടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സാധാരണ പോലെ ഒരു ഡിസ്കഷൻ, ഈ പറയുന്ന പോലെ സാമ്പത്തിക വിഷയങ്ങൾ ഡിസ്കഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രി ഒരു പർട്ടിക്കുലർ വേദിയിൽ എത്തുന്നു, അവിടെ ഒരു 40 മിനിറ്റ് സംസാരിക്കുന്നു. ആ 40 മിനിറ്റിലെ 2-3 വരിയിൽ മാത്രം അത് ഒതുങ്ങിയേനെ. അതിനപ്പുറത്തേക്ക് ആ വിഷയത്തിൽ ഒരിക്കലും അതിൻ്റെതായ ഡെപ്ത് ഉണ്ടാകും. ഇപ്പോൾ ഈ വിഷയം ജനം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. ഇതെന്താണ് കൊണ്ടുവരാൻ പോകുന്നത്? കാരണം അതിനകത്തൊരു കോൺട്രവേഴ്സി കടന്നു വന്നതുകൊണ്ടാണ്. ചില സമയത്ത് ഇത്തരം ചർച്ചകളെ ക്യാരി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കോൺട്രവേഴ്സി ഉണ്ട്. ഇപ്പം നമ്മൾ പോലും ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ്. നമ്മൾ ചർച്ച ചെയ്യുന്നതിൻ്റെ ഫൈനാൻഷ്യൽ ആസ്പെക്റ്റിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ കോൺട്രവേഴ്സി ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ നമ്മളിത് ചർച്ച ചെയ്യുമോ? ചർച്ച ചെയ്യില്ല. ഒരു വരിയിൽ പറഞ്ഞു പോയി എന്നുള്ളതിനപ്പുറത്തേക്ക് അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു പ്രാധാന്യം അതിനുണ്ടാവില്ല. ആ പ്രാധാന്യം തീർച്ചയായിട്ടും കടന്നു വന്നത് പ്രധാനമന്ത്രി അത് പറഞ്ഞത് കൊണ്ട് തന്നെയാണ്. ഡിസ്കഷൻസ് എപ്പോഴും നടക്കേണ്ടത് പാർട്ടി മാത്രമല്ല നടത്തേണ്ടത്. ഇപ്പോൾ പർട്ടിക്കുലർലി ഒരു ഇലക്ഷൻ ടൈമാണ്. അപ്പോൾ 543 സ്ഥാനാർത്ഥികൾ ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ അവരെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം അവരുടെ മണ്ഡലത്തിലുള്ള ഏറ്റവും നൂക്ക് ആൻഡ് കോർണറിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ് നടക്കണം. ഇത് മാത്രമല്ല ഡിസ്കഷൻസ്. അപ്പോൾ BJPക്ക് ഡയറക്റ്റ്ലി അത് ഡെയിലി ക്യാരി ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ജനം ചർച്ച ചെയ്യണം. ഈ പോളിംഗ് ശതമാനം ഇപ്പോൾ 60 കടന്നിരിക്കുന്നു എന്നാണ്. അവസാന മണിക്കൂറുകളിലേക്കാണ് നമ്മൾ പോളിംഗിലേക്ക് പോകുന്നത്. 60 കടന്നിരിക്കുന്നു. പല മണ്ഡലങ്ങളിലും ആലപ്പുഴയിൽ 68 ഓൾമോസ്റ്റ് 68% എത്തിയിരിക്കുന്നു. എന്താണ് ഈ ആലപ്പുഴയിലെ വിഷയം? പ്രത്യേകിച്ചും കോൺഗ്രസ് പറയുന്നത് അവരുടെ 2 എഞ്ചിനുകളാണ്, ഒന്ന് രാഹുൽ ഗാന്ധി, ഒന്ന് KCയും കേരളത്തിൽ വന്ന് മത്സരിക്കുന്നു എന്നാണ്. അതിൽ ഒരു എഞ്ചിൻ മത്സരിക്കുന്ന സ്ഥലമാണ് ആലപ്പുഴ. എങ്ങനെയാണ് BJPക്ക് ഇത്ര ഒരു ഫൈറ്റ് അവിടെ ഉണ്ടാക്കാൻ സാധിച്ചത്? അല്ല, ആലപ്പുഴ കഴിഞ്ഞ തവണ നല്ല രീതിയിൽ പോളിംഗ് നടക്കുന്ന ഒരു സ്ഥലമാണ്. കഴിഞ്ഞ തവണ എനിക്കൊന്ന് 80% എബോവ് പോളിംഗ് നടന്നൊരു മണ്ഡലമായിരുന്നു ആലപ്പുഴ. ആലപ്പുഴയ്ക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയമായ ഒരു പാരമ്പര്യമുണ്ട് എന്നുള്ളതാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ രാഹുൽ ഗാന്ധിയുടെ കേസ് പറഞ്ഞതുപോലെ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ ശ്രീ K. സുരേന്ദ്രൻ മത്സരിക്കുന്നത് പോലെ തന്നെ മറ്റൊരു ഫൈറ്റർ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരാളെ ശ്രീമതി ശോഭാ സുരേന്ദ്രനെ തന്നെയാണ് ആലപ്പുഴയിൽ ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ പോലും 2 ലക്ഷത്തോളം വോട്ട് നമുക്ക് ആലപ്പുഴയിൽ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അവർ പോകുന്നിടത്തെല്ലാം അവരുടെ ഒരു ബാൻഡ് വിട്ട് വളരെ വലുതാണ് വോട്ടിങ്ങിന്. സ്വാഭാവികമായിട്ട് പ്രവർത്തകരുടെ ഇടയിൽ കുറച്ചുകൂടിയും ഒരു എന്തൂസിയാസം ഉണ്ടാവും. അതിൻ്റേതായ വർക്ക് കൂടുതൽ നടക്കുന്നുണ്ടാവും. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തീർച്ചയായിട്ടും ആലപ്പുഴയിൽ ഉണ്ടാവും. ആലപ്പുഴയിൽ വളരെയധികം സാധ്യതയിൽ തന്നെയാണ് BJP നിൽക്കുന്നത്. അപ്പോൾ ത്രികോണ മത്സരമാകുന്നതിൻ്റെ ഒരു ചൂടാണ് ഇത്രയും പെർസെൻറ്റേജ്. സംസ്ഥാന ആവറേജിനേക്കാളും ഒരുപാട് മുകളിലാണ് ഇപ്പോൾ
ആലപ്പുഴ നിൽക്കുന്നത്. അപ്പോൾ അത്രയും അതിൻ്റെ ഒരു പാരമ്പര്യം കൂടി ഉള്ളത് കൊണ്ടാണ് അത്രയും പോളിംഗിലേക്ക് അത് വന്നിരിക്കുന്നത്. പക്ഷേ ഈ പ്രചരണത്തിൻ്റെ ഏതാണ്ട് സെൻട്രൽ പോയിന്റിൽ BJP അവിടെ ഒരു സ്ട്രാറ്റജി മാറ്റുന്നു. പല ഉന്നത നേതാക്കളും അവിടെ എത്തി യോഗം കൂടുന്നു. കേരളത്തിലെ ഒരു മണ്ഡലങ്ങളിലും അമിത്ഷാ എത്തിയിട്ടില്ല, പക്ഷേ ആലപ്പുഴയിൽ അദ്ദേഹം എത്തുന്നു. ഇത് BJPക്ക് ശക്തമായ എന്തെങ്കിലും സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ടോ? അല്ല, BJPയുടെ നേതാക്കൾ ഇപ്പോൾ രാജ്നാഥ് സിംഗ് കണ്ണൂർ പോയില്ലേ, രാജ്നാഥ് സിംഗ് വടകര പോയില്ലേ, നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് വന്നു, നരേന്ദ്രമോദിജി തൃശ്ശൂർ പോയിട്ടുണ്ട്, പാലക്കാട് പോയി. അപ്പോൾ സാധ്യമാകുന്ന ഉന്നതരായ നേതാക്കളെല്ലാവരും സാധ്യമാകുന്ന മണ്ഡലങ്ങളിൽ പോകുന്നുണ്ട്. ഒരാൾ മിസ്സായാൽ മറ്റേയാൾ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ആലപ്പുഴയ്ക്ക് ഇപ്പോൾ തിരുവനന്തപുരത്തിനും തൃശ്ശൂരിനും പാലക്കാടിനും ഒക്കെ ഉള്ള അതേ പ്രാധാന്യം ലഭിക്കുന്നത് കൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും അമിത്ഷാജി തന്നെ ആലപ്പുഴയ്ക്ക് പോകണമെന്ന് വെച്ചാൽ നരേന്ദ്രമോദിജിയെ സംബന്ധിച്ചിടത്തോളം എല്ലായിടത്തും അദ്ദേഹം ഇന്ത്യ മുഴുവൻ ഓടി എത്തേണ്ട ആളാണല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് എത്തേണ്ടല്ലോ. അപ്പോൾ എല്ലായിടത്തും എത്താൻ പറ്റിയെന്നല്ല. അപ്പോൾ അതിന് പകരം മറ്റൊരാളെത്തുന്നുള്ളൂ. എല്ലാ മണ്ഡലങ്ങളും അതേ പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് നമ്മൾ മത്സരിക്കുന്നത്. BJP എപ്പോഴും ഉന്നയിക്കുന്ന രണ്ട് വിഷയങ്ങളാണ്. അതായത് കേരളത്തിനകത്ത് CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള ശത്രുത, അതിന് പുറത്തേക്ക് അവരുടെ സാഹോദര്യം, അതോടൊപ്പം തന്നെ ക്രോസ് വോട്ടിംഗ്, കേരളത്തിനകത്ത് നടക്കാൻ സാധ്യതയുള്ള ക്രോസ് വോട്ടിംഗ്. ഈ രണ്ട് സാഹചര്യവും ഇപ്പോൾ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? അല്ലേ, പ്രത്യേകിച്ച് ഒരു മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് നടത്തിയിരിക്കുന്ന ചില പരാമർശങ്ങൾ, പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ, തിരിച്ച് രാഹുൽ ഗാന്ധിയെ പഴയ പേരുകളൊക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിലവിലുള്ള പേരുകൾ തന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ നടത്തിയിരിക്കുന്ന തിരിച്ചുള്ള ഒരു ഇത്. അപ്പോൾ അതുവരെ തമ്മിൽ അത്തരത്തിലൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് കേരളത്തിൽ സ്വാഭാവികമായിട്ടെങ്കിലും ഡെവലപ്പായിട്ടുണ്ട്. പക്ഷേ അതവരുടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ, രണ്ടുപേരെയും സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്. അവരുടെ രണ്ടുപേരുടെയും രാഷ്ട്രീയമായ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇപ്പോൾ കോൺഗ്രസിന് കഴിഞ്ഞ തവണ 19 സീറ്റ് ഇവിടുന്ന് കിട്ടി, UDF-ന്. അതിൽ 3 സഖ്യകക്ഷികൾക്കായിരുന്നു, ബാക്കി 16 അവർക്ക് കേരളത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് അവരുടേതായിട്ടുള്ള നിലയിൽ. ഈ 16 10 കുറയുന്ന സാഹചര്യം വന്നാൽ കോൺഗ്രസിൻ്റെ നില എന്താവും കേന്ദ്രത്തിൽ വളരെ എല്ലാവർക്കും അറിയാം. CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ദേശീയ പാർട്ടി എന്ന് പറയുന്ന പദവി അവർക്ക് നിലനിർത്തേണ്ടതുണ്ട്. അത് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ സംസ്ഥാനങ്ങളിൽ നിന്നൊന്നും കിട്ടാനില്ല. ഇപ്പോൾ കേരളത്തിൽ നിന്നൊരു 8-9 കിട്ടി, തമിഴ്നാട്ടിൽ നിന്ന് ഒരു 1-2 കിട്ടി, ഇപ്പോൾ രാജസ്ഥാനിൽ കോൺഗ്രസ് തന്നെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, ആ ഒരെണ്ണം കിട്ടി. അല്ലെങ്കിൽ ബംഗാളിൽ നിന്ന് എവിടെ നിന്നെങ്കിലും കിട്ടുമോ എന്ന് ഒരു സാധ്യതയില്ല, ബംഗാളിൽ കിട്ടാൻ, ത്രിപുരയിൽ സാധ്യതയില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു 3 സ്ഥലത്തിൽ നിന്ന് ഒരു 11 ഒപ്പിക്കണമെങ്കിൽ പോലും കേരളത്തിൽ നിന്ന് ഒരു 8-10 കിട്ടുന്ന സാഹചര്യം. അതെ, കേരളത്തിൽ നിന്ന് ഒരു 8-10 കിട്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്കത് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു രാഷ്ട്രീയമായ പോരാട്ടത്തിനപ്പുറത്തേക്ക് നയപരമായ വിഷയങ്ങളിൽ യാതൊരു പോരാട്ടവും അവർ തമ്മിൽ ഇല്ല എന്നുള്ളതാണ്. ഇപ്പം ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഇദ്ദേഹം ഉണ്ടല്ലോ, സീതാറാം യെച്ചൂരി, CPM-ന്റെ സംസ്ഥാന പാർട്ടി സെക്രട്ടറി, ദേശീയ സെക്രട്ടറി, അദ്ദേഹത്തിനോട് കുറച്ച് നാൾ നോക്കുമ്പോൾ ഒരു യൂട്യൂബർ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും കറപ്റ്റ് പൊളിറ്റീഷ്യൻസ് ആരാണ്? അപ്പോൾ അദ്ദേഹം തിരിച്ചു പറയണേ, ഞാൻ അവരുമായിട്ട് അലയൻസ് ഉണ്ടാക്കിയിട്ട് അവരുടെ പേര് ഞാൻ തന്നെ പറയണം. അപ്പോൾ എന്താണ് ഇവരുടെ നയം? ഇതിനകത്ത് അവർക്ക് യാതൊരു നയവുമില്ല ഈ പറയുന്ന കറപ്ഷൻ. ഇപ്പോൾ ഒരു ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ചിട്ട് വലിയ വായിൽ അവർ വിമർശിക്കും. ഇലക്ട്രൽ ബോണ്ട് തെറ്റാ, ഇലക്ട്രൽ ബോണ്ട് എങ്ങനെയാണ്? എന്നാൽ പിന്നെ ഇവരെന്തിനാണ് DMK ആയിട്ട് അലയൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്? 650 കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് വഴി വാങ്ങിച്ചിരിക്കുന്ന ഒരു പാർട്ടിയാണ് DMK എന്ന് പറയുന്നത്. ആ DMKയുടെ കൂടെ അലയൻസ് ഉണ്ടാക്കിയവരെന്തിനാണ് തമിഴ്നാട്ടിൽ മത്സരിക്കുന്നത്? 2000-ഓളം കോടി രൂപ കോൺഗ്രസ് മേടിച്ചിട്ടുണ്ട്. ആ കോൺഗ്രസിൻ്റെ കൂടെ എന്തിനാണ് ഇവർ രാജസ്ഥാനിൽ അലയൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്, ബംഗാളിൽ അലയൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്? അപ്പോൾ ഇതൊരു നിലനിൽപ്പ് രാഷ്ട്രീയമാണ്. ഇപ്പോൾ അവർ ഇന്ത്യയെ രക്ഷിക്കാനല്ല, ഇത് അവരവരുടെ കുടുംബങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ കുറച്ച് കുടുംബാധിഷ്ഠിത രാഷ്ട്രീയ പാർട്ടികളെല്ലാം കൂടി പണ്ട് CPM അങ്ങനെ അല്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ CPM അങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വാക്പോരിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് എന്തായിരിക്കും? അതായത് ഈ ഇലക്ഷന് ശേഷം ഇപ്പം വലിയ തരത്തിലുള്ള ഇവർ തമ്മിലുള്ള നേരിട്ടുള്ള ക്ലാഷ് ആയിരുന്നല്ലോ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും തമ്മിൽ. അതിന്റെ ഒരു എന്തായിരിക്കും ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു ഇലക്ഷൻ കഴിഞ്ഞിട്ട് എന്തായിരിക്കും എന്നാണ്? അല്ല, ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തന്നെ ഇതൊക്കെ അവസാനിക്കും. ഈ പറയുന്ന പ്രശ്നം ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പിണറായി വിജയനെതിരെ പറയേണ്ടി വരുന്ന സാഹചര്യമില്ല, പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്കെതിരെ പറയേണ്ടി വരുന്ന സാഹചര്യവുമില്ല. കാരണം പിണറായി വിജയന്റെ കൂടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് രാഹുൽ ഗാന്ധി. അപ്പോൾ ഏപ്രിൽ 26 എന്ന് പറയുന്ന ഇന്നത്തെ ദിവസം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ, കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പിന്നീടുള്ള പലയിടത്തും ഇവർ ബംഗാളിൽ ഉൾപ്പെടെ ഇവർ ഒരുമിച്ച് മത്സരിക്കുന്ന സാഹചര്യമാണ്. ഇത് കെട്ടടങ്ങാൻ പോകുന്ന ഒന്ന് മാത്രമാണ്. ഇത് കേരളത്തിലേക്കുള്ള ഒരു പർട്ടിക്കുലർ വിഷയത്തിന് വേണ്ടി മാത്രം കണ്ട ഒരു ഫൈറ്റാണിത്.
അതൊരു എന്താണ് ഒരു സൗഹൃദം. നമ്മളൊരു WWE റെസ്ലിംഗ് ഒക്കെ പോലെ തുടങ്ങി, ഒരാളുടെ തല എവിടെയോ മുട്ടിയപ്പോൾ അയാൾക്ക് വേദന എടുത്തു, അയാൾ തിരിച്ചടിച്ചു. അപ്പോൾ അതിന്റെ പേരിട്ടുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമാണ്. ഒരു അഡ്ജസ്റ്റ്മെന്റ് സമരമോ അഡ്ജസ്റ്റ്മെന്റ് ഇലക്ഷൻ. തീർച്ചയായിട്ടും അവരൊരു അഡ്ജസ്റ്റ്മെന്റ് സ്ഥാനത്ത് തന്നെയാണ് ഇത് തുടങ്ങിയത്. പിന്നെ അതിന്റെ അകത്ത് ചെറിയ രീതിയിലുള്ള ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് അതിനകത്തൊരു രാഷ്ട്രീയമായിട്ടൊരു ഫൈറ്റ് ഒന്നും അല്ല ഇവിടെ നടക്കുന്നത്. പക്ഷെ CPM-നുള്ളിൽ അങ്ങനെ ആയിരിക്കില്ല എന്ന് തോന്നുന്നു അല്ലേ? CPM-നുള്ളിൽ ഇപ്പം തുറന്നുവിട്ടിരിക്കുന്ന ഒരു എന്താണ്, കുടം തുറന്നു വിട്ടിരിക്കുന്ന ഒരു ഭൂതം എന്ന് പറയുന്നത് പോലെയാണ് ജയരാജന്റെ വിഷയം വരിക. അത് അണികളിൽ പോലും ഒരു എന്താണ്, ഒരു വിശ്വാസമില്ലായ്മ വരുത്തുന്നുണ്ട്. അല്ല, അത് അവരുടെ അണികൾക്ക് അവരുടെ നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടിട്ട് കാലം കുറച്ചായി. പർട്ടിക്കുലർലി പിണറായി വിജയൻ അവരുടെ തലപ്പത്ത് വന്നതിന് ശേഷമാണ്. പക്ഷെ പിണറായി വിജയൻ ഒരു സമർത്ഥനായ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് ഈ ചില രാഷ്ട്രീയ വിജയങ്ങൾ അവർക്ക് സമ്മാനിച്ച് അണികളെ തൃപ്തിപ്പെടുത്തി പിന്നെ അവരുടെ പല ആവശ്യങ്ങളും നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്ന തലത്തിൽ, അതായത് ഇപ്പോൾ പിൻവാതിൽ നിയമനങ്ങളാവട്ടെ, താൽക്കാലിക ജോലികളാകട്ടെ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഇപ്പോൾ കോൺട്രാക്ട് കിട്ടുന്ന അങ്ങനെ അണികളെ ഒരു തരത്തിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറയുന്ന ഒരു നയമാണ് കുറച്ചു കാലമായിട്ട് പിണറായി വിജയൻ. അവർക്ക് ലാഭകരമായ ഒരു ബിസിനസ്സാണ് പാർട്ടി പ്രവർത്തനം. അതെ. അപ്പോൾ അവർ പാർട്ടിയെ സംരക്ഷിക്കേണ്ടത് തീർച്ചയായിട്ടും താഴെത്തട്ടിലുള്ള അണികളുടെ അനിവാര്യതയായിട്ട് മാറുന്നതാണ്. അപ്പോൾ അതൊരു തുടർച്ചയാണ്. ആ തുടർച്ചയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഐഡിയോളജിക്കലി അവരെല്ലാവരും വളരെ അസംതൃപ്തരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായും ആ ഒരു വിലയിരുത്തലിലേക്കാണ് വരുന്നത്. കുമാർ, ഇതിലേക്ക് കടന്നു കഴിയുമ്പോൾ ബാക്കിയുള്ള ഘടകകക്ഷികളും എങ്ങനെയായിരിക്കും ഇതിനോട് പ്രതികരിക്കുന്നത്? ഇപ്പം മെയിനായിട്ടുള്ള LDF-ലെ ഒരു ധ്രുവീകരണം ഈ ഒരു കാരണം കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? LDF-ന് എനിക്ക് തോന്നുന്നു ധ്രുവീകരണം ഉണ്ടാകേണ്ട ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും CPI-യിൽ ചില പൊട്ടിത്തെറികൾ ഉണ്ടായി, CPI ചില രീതിയിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ അതും നിശബ്ദമാണ്. അപ്പോൾ ഒരു അപ്രമാദിത്വമാണോ ഈ യുവരാജ് ഈ LDF-ൽ ഉള്ളത്? തീർച്ചയായിട്ടും. കാരണം ഇത്രയും വലിയൊരു ജയരാജന്റെ പേര് പോലും വന്നിട്ട് പോലും അസാധാരണമായ മെയ്വഴക്കത്തോടെ ജാഗ്രത അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരതിനെ മറച്ചു വയ്ക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് അസാധാരണമായ ഒരു സാഹചര്യമാണ് ശരിക്കും പറഞ്ഞാൽ CPM-നകത്തുള്ളത്. അത് യാഥാർത്ഥ്യമാണ്, നമുക്ക് അംഗീകരിച്ചേ പറ്റൂ. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവരുടെ പൊളിറ്റിക്സ് ഇപ്പോൾ അവർ നിർത്തിയിരിക്കുന്നത് അവരുടെ ഈ പറയുന്ന കമ്മ്യൂണിസത്തിലോ മാർക്സിസത്തിലോ ലെനിനിസത്തിലോ ഒന്നുമല്ല. അവർ പ്യുവർലി ഈ സാധനം നിലനിർത്തിയിരിക്കുന്നത് ഒരു പർട്ടിക്കുലർ വോട്ട് ബാങ്കിനെ പ്രീണിപ്പിച്ച് അതിൻ്റെ സപ്പോർട്ടോടു കൂടി കേരളത്തിലെ ഭരണം കാലാകാലങ്ങളിൽ നിലനിർത്തുക എന്നുള്ളതിൽ മാത്രമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രം BJP ഭരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളിൽ ഒന്ന് CPM ആണ്. കാരണം കേന്ദ്രം BJP ഭരിക്കുന്നിടത്തോളം കാലം സംസ്ഥാനം തങ്ങൾക്ക് സേഫ് ആണ് എന്നാണ് CPM വിശ്വസിക്കുന്നത്. കാരണം എന്താണ്, കേന്ദ്രത്തിൽ ഇതേ മോദിയാണ്, മോദി ഭീകരനാണ്, മോദി രക്തം കുടിക്കുന്ന ആളാണ്, മോദി നിങ്ങളെ കൊന്നു തിന്നുന്ന ആളാണ്, പിണറായി വിജയൻ നിങ്ങളുടെ രക്ഷകനാണ് എന്നുള്ള ഒരു നറേറ്റീവ് പ്രസന്റ് ചെയ്തിട്ട് ചില പർട്ടിക്കുലർ കമ്മ്യൂണിറ്റികളെ അപ്പീസ് ചെയ്ത് അവരുടെ ഇടയിൽ ഒരു വലിയ തെറ്റിദ്ധാരണയൊക്കെ പടർത്തി ഇങ്ങനെ നിന്നു പോവുക എന്നുള്ളതാണ് CPM ഉദ്ദേശിക്കുന്നത്. അപ്പോൾ CPM-ന് ആ വിഷയത്തിൽ ഭീഷണി വരുന്നത് കോൺഗ്രസിന്റെ ഭാഗത്ത്. അപ്പോൾ കോൺഗ്രസ്സുകാർ നാളെ BJP-ക്കാരാവും എന്നുള്ളൊരു നറേറ്റീവ് അവതരിപ്പിച്ച് നിലനിൽക്കാം എന്നുള്ളതാണ് CPM എല്ലാ കാലഘട്ടത്തിലും വിശ്വസിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ EP ജയരാജന്റെ ഈ പറയുന്ന വിഷയങ്ങൾ വാർത്തകൾ പുറത്തു വന്നതോടുകൂടി CPM ആ വിഷയത്തിലൊന്നും ഡിഫൻസിലായിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് വോട്ടെടുപ്പ് ദിവസമാണ് ഇത് വന്നത്. ഇപ്പോൾ ആരും ആഗ്രഹിച്ച് പുറത്തു വന്നതല്ലെങ്കിൽ പോലും ഇത്തരത്തിലൊരു വിഷയം ചർച്ചയാകുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് CPM-ന് പൊളിറ്റിക്കലി അത് ബാധിക്കുന്ന വിഷയമുണ്ട്. പിന്നെ EP-യെ പുറത്താക്കാൻ പറ്റും. EP-യെ പുറത്താക്കി EP ശരിക്കും BJP-ക്കകത്ത് ജോയിൻ ചെയ്താൽ എന്ത്? EP ശരിക്കും BJP-ക്കകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിണറായിയോളം തലപ്പൊക്കമുള്ള ഒരു നേതാവ് BJP-യിൽ ജോയിൻ ചെയ്തു എന്നുള്ളതായില്ലേ? അവിടെയും CPM-ന് ക്രെഡിബിലിറ്റി ലോസ് ഉണ്ടാവും. വളരെയേറെ മുദ്രാവാക്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകും. അതെ, CPM-നെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ചില വെളിപ്പെടുത്തലുകളും വന്നേക്കാം. അതെ. അപ്പോൾ CPM സ്വാഭാവികമായിട്ട് ആ വിഷയത്തിൽ ഡിഫൻസിലാണ്. ഈ സുപ്രീം കോടതിയുടെ ഉത്തരവ് ഇതിനിടയിൽ ഇന്നത്തെ ദിവസം ഉണ്ടായി, VVPAT മുഴുവൻ എണ്ണണ്ട എന്നുള്ളത്. സത്യത്തിൽ ഇത്തരം അതായത് ഈ വോട്ടിംഗ് മെഷീനെതിരെയുള്ള ചില കുതന്ത്രങ്ങളും അപവാദ പ്രചരണങ്ങളും എല്ലാം ഇതോടുകൂടി നിലയ്ക്കും? ഇല്ല, നിൽക്കില്ല. അതിന് കാരണമുണ്ട്. എൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മുഖം നല്ല അല്ലാത്തതിന് കണ്ണാടിയെ കുറ്റം പറയുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സുണ്ട്. അതിന് പേനയെ കുറ്റം പറയുക. അപ്പം അത് മാത്രമാണ് കാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് അവർക്ക് ഇതിനകത്ത് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല. അവരുദ്ദേശിക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നറേറ്റീവ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. എന്താണ് ഇവിടെ ഇപ്പോൾ നരേന്ദ്രമോദിജിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുമായിട്ടുള്ള വിഷയം.
ഇവരെത്രയോ തവണ കോടതിയിൽ പോയി പല വിഷയങ്ങൾ ചെയ്തു, എല്ലാം കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, PG സർട്ടിഫിക്കറ്റ് എല്ലാം ജെന്യൂനാണ്, വാലിഡ് ആണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചായിട്ട് അവർക്ക് വന്നു. ഇവർക്കിത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല. കാരണം നരേന്ദ്രമോദിയെ പോലെ ഒരാള് അദ്ദേഹത്തിന്റെ അഫിഡവിറ്റിനകത്ത് ഇത് വെക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും വ്യാജമായിരിക്കില്ല എന്നുള്ളത് കോമൺ സെൻസ് ആണ്. അതൊരു കോമൺ സെൻസിന്റെ വിഷയം മാത്രമാണ്. അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം അദ്ദേഹത്തിന് നാളെ ഇത് പ്രശ്നമായേക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വളരെ ജെന്യൂനായിട്ട് തന്നെ ഉള്ളൊരു സാധനം. പക്ഷെ അവർക്കത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല. പക്ഷെ അവർക്കൊരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളാണ്, BJP കാരെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾക്കാരാണ്, RSS എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആൾക്കാരാണ്, ഞങ്ങളാണ് വലിയ എഴുത്തിൻ്റെയും പഠിപ്പിൻ്റെയും വായനയുടെയൊക്കെ ആൾക്കാരെന്നുള്ള ഒരു നറേറ്റീവ് അവർക്ക് മുമ്പോട്ട് വേണം. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അറ്റാക്കാണ്. അതുപോലെ തന്നെയാണ് ഇപ്പം ഇന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമുണ്ട് അതിനകത്ത്. ഇന്ത്യയിലെ സംവിധാനങ്ങൾക്കെതിരായിട്ടുള്ള അമിതമായ അവിശ്വാസ്യത രേഖപ്പെടുത്തുന്നതും ജനാധിപത്യ വിരുദ്ധമാണ്. കാരണം എല്ലാ സംവിധാനങ്ങൾക്കെതിരെ ഇങ്ങനെ അവിശ്വാസ്യത രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? തെരഞ്ഞെടുപ്പിൽ വിശ്വാസമില്ല, ഇലക്ഷൻ കമ്മീഷനെ വിശ്വാസമില്ല, അവർക്കെതിരായിട്ട് വിധി വന്ന സുപ്രീം കോടതിയെ വിശ്വാസമില്ല, ഹൈക്കോടതിയെ വിശ്വാസമില്ല. എല്ലാ സംവിധാനങ്ങൾക്കും എതിരായിട്ട് അവരിങ്ങനെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പം ഇതെവിടെയാണ് പോയി നിൽക്കുക? ഈ സംവിധാനങ്ങളെ മുഴുവൻ തകർക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് എവിടെയാണ് പോയി നിൽക്കുക? അതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ദേശീയ തലത്തിൽ നോക്കിയാൽ ഈ പലരും, അതായത് കോൺഗ്രസ്സുകാരൊക്കെ പ്രചരിപ്പിക്കുന്നത് ഉത്തരേന്ത്യയിൽ 2019 BJP അതിൻ്റെ മാക്സിമത്തിൽ എത്തിയിരിക്കുന്നു. ദക്ഷിണേന്ത്യയിൽ കടന്നു കയറാമെന്ന അവരുടെ മോഹം ഫലിക്കില്ല. കാരണം കർണാടകയിലും തെലങ്കാനയിലും കോൺഗ്രസ് വലിയ വിജയം നേടി. കഴിഞ്ഞ തവണത്തേക്കാൾ BJP താഴേക്ക് പോകുമെന്നും ഇവിടെ ഒരു കൂട്ടുകക്ഷി ഭരണം ഉണ്ടാകുമെന്നും അതിൽ ഇന്ത്യ മുന്നണിക്ക് സ്കോപ്പ് ഉണ്ടാകുമെന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. എങ്ങനെയാണ് ആ ഒരു സമവാക്യത്തെ BJP പൊളിക്കുന്നത്? കുമാരെ, BJP മധ്യപ്രദേശ് ഭരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? എനിക്ക് തോന്നുന്നു 2 പതിറ്റാണ്ട്. BJP പിറകിലേക്ക് പോകുന്നുണ്ടോ, മുമ്പിലേക്കാണോ? ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയം നേടിയാണ് ഇത്തവണ തിരിച്ചു വന്നത്. ഗുജറാത്ത് എത്രയോ കാലങ്ങളായിട്ട് BJP ആണ് ഭരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കും ഒരു 5 വർഷം ഭരിച്ചു, 10 വർഷം ഭരിച്ചു, ഇനി പോവുമായിരിക്കും. പോകുന്നില്ല, വീണ്ടും നിലനിർത്തുക. നമ്മുടെ ഇവിടുത്തെ പതിവ് വെച്ചാണ് പറയുന്നത്. ഒരു 15 വർഷം കഴിയുമ്പോൾ നമ്മൾ 15 വർഷം ആയില്ലേ, ഇനി ചിലപ്പോൾ തോക്കുമായിരിക്കും. തോക്കുന്നില്ല. 20 വർഷമാവുന്നു, തോക്കുന്നില്ല. 25 വർഷമാവുന്നു, തോക്കുന്നില്ല. ഇത് ശക്തമായി തന്നെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളമുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിപ്പോ പണ്ട് സംഭവിക്കുമായിരുന്നു. 1950, 60, 70, 80 സംഭവിക്കുമായിരുന്നു. അതിനൊരു റീസൺ എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ബീഹാർ പോലുള്ള സ്ഥലങ്ങളിലെ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറി എന്ന് പറയുന്ന ഒരു സംഭവം, ബൂത്ത് പിടിച്ചെടുക്കുക, ആൾക്കാരെ വോട്ട് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക, ഭീഷണിപ്പെടുത്തി വോട്ട് ചെയ്യുക, ഇത് കാലങ്ങളായിട്ട് അവിടെ നടന്നത്. വലിയ നിയമവാഴ്ചകളൊന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടമായിരുന്നു. ഇന്നത് മാറി. ഇന്ന് CCTV വന്നു. ഇന്ന് നിയമവാഴ്ച കുറച്ചുകൂടി ശക്തമായി, പോലീസിങ് കുറച്ചുകൂടി സ്ട്രോങ് ആണ്. ബാക്കി എല്ലാ സംവിധാനങ്ങളും ഇന്ന് കുറേയും കൂടി സ്ട്രോങ് ആണ്. ഇത് സ്ട്രോങ് ആയതിന് ശേഷമാണ് BJP ശരിക്കും പറഞ്ഞാൽ ജയിക്കാൻ തുടങ്ങിയത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആരും അത് ഒബ്സർവ് ചെയ്യാത്തൊരു കാര്യമാണ്. ഈ TN ശേഷൻ വന്നതിന് ശേഷമാണ് ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടായതെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. കാരണം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ടെന്ന് ജനങ്ങൾക്ക് ബോധ്യമാണ്. ശരിക്കും പറഞ്ഞാൽ അതിന് ശേഷമല്ലേ BJP ഇവിടെ ജയിക്കാൻ തുടങ്ങി. അതിന് വരെ ഈ സംവിധാനങ്ങൾ വീക്കായിരുന്നു. ഈ സംവിധാനങ്ങൾ വീക്കായിരുന്നപ്പോഴാണ് ഇവരെല്ലാവരും തുടർച്ചയായിട്ട് ഇവരുടെ സംസ്ഥാനങ്ങളെല്ലാം ജയിച്ചുകൊണ്ടിരുന്നത്. ഈ സംവിധാനങ്ങൾ എന്ന് ശക്തമാകാൻ തുടങ്ങി, ശരിക്കും പറഞ്ഞാൽ ഈ ജനാധിപത്യ വ്യവസ്ഥയിലെ ഈ സംവിധാനങ്ങൾ ശക്തമാകാൻ തുടങ്ങിയതിന് ശേഷം BJPയുടെ ഗ്രാഫ് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ജനാധിപത്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആരാണ്? BJP ആണ്. ജനങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ആരാണ്? BJP ആണ്. ഇനി മറ്റൊരു കാര്യം, നിങ്ങൾ ഉത്തർപ്രദേശിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ ഉത്തർപ്രദേശിനെ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാവരും കുറ്റം പറയും. വലിയ പുച്ഛമാണ്, വലിയ പരിഹാസമാണ്. യു പി എന്നും പറയില്ല, ഊപ്പി എന്നാണ് ഇവര് സോഷ്യൽ മീഡിയയിലടക്കം വിശേഷിപ്പിക്കുന്നത്. നിങ്ങളുടെ സ്വർഗീയ ഊപ്പി എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, യു പി 1950-കളിൽ ഉണ്ടായ ഒരു സംസ്ഥാനം. നമ്മൾ 2024 ഇരിക്കുകയാണ്. 7 പതിറ്റാണ്ടിന് മുകളിൽ ആ സംസ്ഥാനത്തിന് ചരിത്രമുണ്ട്. സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം മാത്രം ആരാണ് ഏറ്റവും കൂടുതൽ കാലം അവിടെ ഭരിച്ചത്? കോൺഗ്രസും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമാണ്. അങ്ങനെ തന്നെ നമ്മൾ പറയണം. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കോൺഗ്രസുമാണ് ഇവിടെ ഭരിച്ചത്. കാരണം ഈ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷത്താണ് നിൽക്കുന്നത്. ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ് കാലാകാലങ്ങളായിട്ട് ഇവിടെ ഭരിക്കുന്നത്. SP യും BSP യും ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അവരാണ്.
പക്ഷെ BJPക്ക് എപ്പോഴാണ് 5 വർഷമെങ്കിലും ഇവിടെ തുടർച്ചയായിട്ട് ഭരിക്കാൻ ഒരു അവസരം കിട്ടും? 2017 ശേഷം മാത്രമാണ്. അതുവരെയും ഒരു ടേം പൂർണ്ണമായിട്ട് ഭരിക്കാനുള്ള അവസരം BJPക്ക് നേരെ ചൊവ്വേ ലഭിച്ചിട്ടില്ല. അവിടെ 2017 BJPക്ക് അവിടെ ലഭിക്കുന്നത്. പക്ഷെ 2017 വരെ ഉണ്ടായിരുന്ന മുഴുവൻ കുഴപ്പത്തിന്റെ ഉത്തരവാദിത്വം ഇന്ന് BJPയുടെ നിലയിലാണ്. പക്ഷേ കഴിഞ്ഞ 7 വർഷത്തിന്റെ ഇടയിൽ ഏറ്റവും അധികം വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനം. ഇപ്പൊ നീതി ആയോഗിന്റെ റിപ്പോർട്ട് വെച്ചിട്ടാണല്ലോ ഇവരെപ്പോഴും പറയും നീതി ആയോഗിന്റെ റിപ്പോർട്ടിൽ കേരളം നമ്പർ 1. അതേ നീതി ആയോഗിന്റെ റിപ്പോർട്ട് തന്നെ എടുത്തു കഴിഞ്ഞാൽ നിലവിൽ ഏറ്റവും അധികം റേറ്റ് ഓഫ് ഗ്രോത്ത് ഡെവലപ്പ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സ്റ്റേറ്റ് UP ആണ്. ഇതുകൊണ്ടാണ് BJP ജയിക്കുന്നത്. അപ്പൊ ഈ BJP ഇവരെങ്ങനെ തോൽപ്പിക്കും എന്നാണ് പറയുന്നത്?